നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കല്ലുംതാഴം പാൽക്കുളങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയവരെ തിരിച്ചറിഞ്ഞു. കുണ്ടറ സ്വദേശി എസ് അനന്തു, സുഹൃത്തായ എറണാകുളം കളമശ്ശേരി സ്വദേശിനി മീനാക്ഷി എന്നിവരാണ് മരിച്ചത്. 14 വൈകിട്ട് 5:30 പാൽക്കുളങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം തെങ്ങയ്യാത്ത് ക്ഷേത്രത്തിനും പാലത്തിനും ഇടയിലായിരുന്നു ഇരുവരെയും ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടത്. കൊല്ലത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോയ ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചായിരുന്നു അപകടം. റെയിൽവേ ട്രാക്കിലൂടെ നടന്നു മുന്നോട്ട് പോയ ഇരുവരും ട്രെയിൻ വരുന്നത് കണ്ടപ്പോൾ പരസ്പരം ആലിംഗനം ചെയ്തു നിന്നതായും ട്രെയിൻ ഇരുവരെ ഇടിച്ചു തെറിപ്പിച്ചതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. അനന്തു കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയും മീനാക്ഷി +2 കഴിഞ്ഞ വിദ്യാർത്ഥിനിയുമാണ്. ഇരുവരും ഇൻസ്റ്റാഗ്രാം വഴിയാണ് 1 മാസം മുമ്പ് പരിചയപ്പെട്ടതെന്ന് അനന്തുവിന്റെ സുഹൃത്തുക്കൾ കിളിക്കൊല്ലൂർ പോലീസിന് മൊഴി നൽകി. ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും പറയുന്നു. എന്നാൽ ഈ കാര്യമൊന്നും ഇരു വീട്ടുകാർക്കും അറിവില്ലായിരുന്നു. 14-നാണ് ഇരുവരും നേരിൽ കാണുന്നതെന്നും അനന്തുവിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. സിനിമ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞ് അനന്തു വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഫീസ് അടയ്ക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് മീനാക്ഷി വീട്ടിൽ നിന്നിറങ്ങിയത്. ഏറെ വൈകിട്ടും മക്കളെ കാണാതായതോടെ ഇരു വീട്ടുകാരും പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയായിരുന്നു. രാത്രിയോടെയാണ് കിളിക്കൊല്ലൂരിൽ 2 പേർ ട്രെയിൻ തട്ടി മരിച്ചെന്ന വാർത്ത വീട്ടുകാരും ബന്ധുക്കളും അറിഞ്ഞത്. ഇന്നലെ രാവിലെ ഇരുവരുടെയും ബന്ധുക്കൾ കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിലെത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരു മൃതദേഹങ്ങളും ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കാരം നടത്തി. കിളിക്കൊല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം സിനിമയിൽ അഭിനയിക്കാനായി മല്ലപ്പള്ളിയിൽ നിന്ന് നാടുവിട്ട 14 വയസ്സുകാരനെ ചെന്നൈയിൽ നിന്ന് കണ്ടെത്തി. മല്ലപ്പള്ളി മഞ്ഞത്താനം സ്വദേശി അഭിലാഷിന്റെ മകൻ ആദിത്യനെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്കുള്ള ട്രെയിനിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത കണ്ട ഒരു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത്. കുട്ടിയുമായി നേവി ഉദ്യോഗസ്ഥൻ തന്നെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി പിന്നീട് തിരികെ എത്തിയില്ല. കുട്ടിയുടെ സൈക്കിൾ മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും കണ്ടെടുത്തിരുന്നു. താൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്നും 5 വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുമെന്നും വീട്ടിൽ കത്തെഴുതി വെച്ച ശേഷമാണ് കുട്ടി പോയത്. സോഷ്യൽ മീഡിയയിൽ കുട്ടിയുടെ ചിത്രം കണ്ട മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ പിന്നീട് കുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു. കുട്ടിയോട് സംസാരിച്ചതിൽ നിന്ന് കുട്ടി വീട് വിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം കുട്ടിയെ മടങ്ങിപ്പോകാൻ ഉപദേശിക്കുകയും ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുകയുമായിരുന്നു. വീട്ടിൽ നിന്ന് സൈക്കിളിൽ മല്ലപ്പള്ളിയിലേക്കും അവിടെ നിന്ന് ബസ്സിൽ ചങ്ങനാശ്ശേരിയിലേക്കും അവിടെ നിന്ന് ട്രെയിനിൽ ചെന്നൈയിലേക്കും പോവുകയായിരുന്നു. 1500 രൂപയായിരുന്നു കുട്ടിയുടെ കൈവശമുണ്ടായിരുന്നത്. ബംഗളൂരുവിലേക്ക് പോകാനാണ് കുട്ടി പദ്ധതി ഇട്ടിരുന്നത്. ഇന്നലെ രാവിലെ ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞ് 14-കാരൻ വീട് വിട്ടിറങ്ങുകയായിരുന്നു. പിന്നാലെ കാണാതായി. പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് പോലീസിൽ വീട്ടുകാർ പരാതി നൽകുകയും സോഷ്യൽ മീഡിയയിലടക്കം വാർത്ത പങ്കുവയ്ക്കുകയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.